ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ JK അർച്ചനയോട് ക്ഷമ ചോദിക്കാനായി അർച്ചനയുടെ ഓഫീസിലേക്ക് വരികയാണ്. കെ കാണുന്നതും അർച്ചനയും ദീപ്തിയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്? വീണ്ടും വഴക്കുണ്ടാക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അയ്യോ ഇനിയും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കില്ലേ, ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. ഞാനന്ന് പാർക്കിൽ കാറ്റും കൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങളല്ലേ അങ്ങോട്ടേക്ക് വന്നത്, നിങ്ങളല്ലേ എന്നോട് വഴക്കുണ്ടാക്കിയത്. നേരം ഞാൻ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞോ? മിണ്ടാതെ നിൽക്കല്ലേ ചെയ്തത്. സത്യത്തിൽ നിങ്ങളെന്ന് വന്ന് പറയുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നത്. യഥാർത്ഥത്തിൽ അത് കേട്ട് ഞാൻ ആകെ ഷോക്കായി പോയി. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴൊന്നും പറയാതിരുന്നത്. ഞാൻ അർച്ചനയോട് ക്ഷമ പറയാനാണ് വന്നത്. അങ്ങനെ JK പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവരാണ് ക്ഷമ ചോദിക്കുന്നതെന്ന്. ദീപ്തി അപ്പോൾ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയല്ലേ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത്, അവൾ എന്തായാലും ഇവിടെ വന്ന് ക്ഷമ ചോദിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യയെ നിങ്ങളാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. വന്ന ക്ഷമ ചോദിച്ചാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ നിങ്ങളുടെ ഭാര്യയ്ക്ക് അർച്ചനയുമായിട്ടുള്ള പ്രശ്നം. സംശയം നിങ്ങൾ മുൻകൈയെടുത്തു മാറ്റണം. ഇതുവരെ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത കുടുംബമായി ജീവിക്കുന്ന ഇവളുടെ മുഖത്ത് നോക്കി അപവാദം പറയാൻ നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെ കഴിഞ്ഞു? എന്നങ്ങനെ ദീപ്തി JKയോട് ദേഷ്യപ്പെടുമ്പോൾ JK പറയുന്നുണ്ട്, അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്കും വിഷമമുണ്ട്. സസായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ അങ്ങനെയൊക്കെ അപവാദം പറഞ്ഞതിൽ എനിക്ക് അവളെ കൊല്ലാനാണ് തോന്നിയതെന്ന് JK അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങൾ ഭാര്യയെ തല്ലിക്കൊന്നിട്ട് ആ കേസിലും എന്നെ പ്രതിയാക്കാനാണോ നോക്കുന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ JK കൈകൂപ്പിക്കൊണ്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക് ഭവതി, സഹിക്കാനാവാതെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. നോവിക്കാൻ മനസ്സില്ലാത്ത ഒരാളാണ് ഞാൻ. അവർക്കും വേദനിപ്പിക്കാനായി ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ ഒരാളെ കൊല്ലാനാവും? അങ്ങനെ JK പറയുമ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്, മധുബാല നിങ്ങളുടെ ഭാര്യ തന്നെയാണോ എന്ന്. JK ഇപ്പോൾ പറയുന്നുണ്ട് അതെ എന്ന്. ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മദ്യപാനവും പുകവലിയും സഹിക്കാനാവാതെ വിട്ടിട്ട് പോയതായിരിക്കും നിങ്ങളുടെ ഭാര്യ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെയല്ലേ പ്രശ്നക്കാരൻ. ശരിക്കും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം എന്താണ്? ദീപ്തി ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, മധുബാല അവളെൻ്റെ ഭാര്യ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, യഥാർത്ഥ ഭാര്യയാവാൻ അവൾക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല, ആണ് അവളുടെ പ്രശ്നമെന്ന് JK അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, സ്ത്രീക്ക് എങ്ങനെ നിങ്ങളുടെ ഭാര്യയാവാൻ കഴിയും? ഇതാണല്ലോ നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, അർച്ചനെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ആരും കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ. ആരാണെന്ന് പലപ്പോഴും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലേ? ആരാണെന്നും എന്താണെന്നും പറഞ്ഞാലേ നിങ്ങൾക്ക് മധുബാലയെ കുറിച്ച് മനസ്സിലാവൂ. എന്നങ്ങനെ JK തന്റെ കഥകളെല്ലാം അർച്ചനയോട് പറയാനായി നിൽക്കുമ്പോൾ അർച്ചന JKയോട് പറയുന്നുണ്ട്, മതി നിർത്ത്, ഈ ഒരു കഥ പറഞ്ഞ് നിങ്ങൾ ആരാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണ്ട. പറയുന്നത് മാത്രം കേട്ട് വിശ്വസിക്കാൻ ഞങ്ങളാരും മണ്ടന്മാരല്ല. ഫീസുമായി നിങ്ങൾക്കൊരു ബന്ധവുമില്ലല്ലോ, ഇവിടം വരെ വരേണ്ട കാര്യവുമില്ല. ഇത് ചെയ്ത് നിങ്ങളൊന്ന് ഇവിടുന്ന് പോയി തരാമോ? എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്, ഒന്ന് പോകോ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ JKക്കാണെങ്കിൽ ഒന്നും പറയാനാവാതെ വളരെ സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. ദീപ്തിയപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, അർച്ചനയെ അയാൾക്ക് വിഷമായി തോന്നുന്നു എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിനെന്താ, അതുകൊണ്ട് അയാൾ പോയി ആത്മഹത്യ ചെയ്യൂ? ഒരിക്കൽ കണ്ട മനോവേദനയിൽ അയാൾ ആത്മഹത്യ ചെയ്യുമെന്ന് നീ അന്ന് പറഞ്ഞു, എന്നിട്ട് അയാള് ആത്മഹത്യ ചെയ്തോ? അയാൾ ഒരു കള്ളനാണ്, അത് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവളൊരു ഭൂലോക കള്ളനാണെന്നും പറഞ്ഞ് അർച്ചന അവിടുന്ന് പോവുകയാണ്. എന്നാൽ ദീപ്തിക്കാണെങ്കിൽ JKയുടെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടെന്ന് മനസ്സിലാവുകയാണ്. പിന്നീട് അർച്ചനയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ JK കോടതിക്ക് മുന്നിൽ വെച്ച് സിഗരറ്റ് എടുത്ത് വലിക്കുകയാണ്. പാപ്പച്ചനൊപ്പം വന്ന് JKയോട് പറയുന്നുണ്ട്, സാറേ ഇത് കോടതിയാണ്, ഇവിടെ പുക വലിക്കരുത്, കേസാവുമെന്നൊക്കെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഞാൻ പോയി മര്യാദയ്ക്ക് വണ്ടി റിവേഴ്സ് എടുക്കണോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജഗദീഷ് വക്കീലും വിജയ് ശങ്കറും ഗുമസ്തനും കൂടി വരികയാണ്. ശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇയാൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, ഇയാളുടെ ഭാര്യ പറഞ്ഞതെല്ലാം സത്യമായിട്ട് വരികയാണല്ലോ, ഇയാൾ ഇടയ്ക്കിടെ ഇങ്ങോട്ടേക്ക് വരുന്നത് നിർത്തണ്ടേ? അങ്ങനെ ജഗദീഷ് വക്കീൽ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ വായോ, നമുക്കിതിലൊരു തീരുമാനമാക്കാമെന്ന് പറഞ്ഞ് 3 പേരും JKയുടെ അടുത്തേക്ക് പോവുകയാണ്. ജഗദീഷ് വക്കീൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് അർച്ചന വക്കീലിന്റെ അടുത്ത് കേസൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇടയ്ക്കിടെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ JK ചോദിക്കുന്നുണ്ട്, അതെന്തിനാണ് താൻ അറിയുന്നതെന്ന്. വക്കീലിന്റെ ഓഫീസിൽ പലരും കയറി ഇറങ്ങിയിരിക്കും, ഇടയ്ക്ക് ജാതകം തനിക്കറിയണോ എന്ന് JK അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദീപ്തിയും അർച്ചനയും വരുന്നത്. ശങ്കർ അപ്പോൾ JKയോട് പറയുന്നുണ്ട്, എല്ലാവരുടെയും ജാതകം അറിയണമെന്നൊന്നുമില്ല, പക്ഷേ തന്റെ കാര്യം അറിയാൻ താല്പര്യമുണ്ട്, ഇതിനുമായിട്ട് തനിക്ക് എന്താണ് ബന്ധം? വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ JK തിരിച്ചു ചോദിക്കുന്നുണ്ട്, അതിനാണ് താൻ അറിയുന്നതെന്ന്. ജഗദീഷ് വക്കീൽ അപ്പൊ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ ഇവിടെ പറഞ്ഞിട്ട് പോയതെല്ലാം സത്യമാണോ? എന്നെ
എന്നെയും അർച്ചനയെയും ഒരുമിച്ച് ഒരു ഓട്ടോയിൽ കണ്ടവരൊക്കെ ഇവിടെയുണ്ട് എന്ന് ജഗദീഷ് വക്കീൽ പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഡോ മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന സ്ത്രീകളെ ഇപ്പോഴുള്ള വക്കീലുമാര് അപവാദം പറയരുത്. അങ്ങനെ JK പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞങ്ങൾ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്നോട് സംസാരിക്കുന്നതാണോ പ്രശ്നം? എനിക്ക് ഭാര്യ ഉള്ളപ്പോൾ എന്തിനാണ് അർച്ചനയുമായിട്ട് ബന്ധം വെച്ച് പുലർത്തുന്നത് എന്നങ്ങനെ വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ JK ചോദിക്കുന്നുണ്ട്, ഇത് പറയാൻ താൻ ആരാ? ഓ, ഇപ്പൊ മനസ്സിലായി, അർച്ചനയുടെ മുൻ ഭർത്താവാണല്ലേ? നിങ്ങൾ അർച്ചനയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞതല്ലേ? നിങ്ങൾക്ക് വീട്ടിലൊരു ഭാര്യയുമുണ്ട്, പിന്നെ എന്തിനാണ് മറ്റുള്ള സ്ത്രീകളെ കുറിച്ച് അന്വേഷിക്കുന്നത്? അങ്ങനെ JK പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഡാ സൂക്ഷിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്റെ അടുത്ത് നിന്ന് അടി വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഓ അപ്പൊ തനിക്ക് വക്കീല് പണി മാത്രമല്ല കൊട്ടേഷൻ വർക്കും ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അറിയാതെ നിങ്ങൾ സംസാരിക്കരുതെന്ന് JK അങ്ങനെ പറയാണ്. വിജയ് ശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഞാനും അർച്ചനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ട് തുറന്ന് സമ്മതിക്കേ. എന്റെ ഭാര്യ വന്ന് ഇവിടെ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ഈ വിഷയമെല്ലാം അറിഞ്ഞതാണ്, എങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയുമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഈ ചോദിച്ചതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, കാരണം അതിനൊന്നും നിങ്ങൾ മറുപടി അർഹിക്കുന്നില്ല അങ്ങനെ പറയാണ്. വിജയ് ശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, മറുപടി ഇല്ലാത്തതല്ല, കൈയോടെ പിടികൂടിയപ്പോ തരം മുട്ടിയെന്ന് പറയുന്നതാവും ശരി. നാളായി ഈ ബന്ധം തുടങ്ങിയിട്ട് ഞാനും അർച്ചനയും എവിടെയെല്ലാം പോയിട്ടുണ്ട്, മിച്ച് എവിടെയെല്ലാം താമസിച്ചിട്ടുണ്ട് പറയടോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ JKയോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് അർച്ചന ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാം കേട്ട് ആകെ ദേഷ്യത്തിൽ JK ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം തനിക്ക് അറിയണോ എന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, ആ അറിയണമെന്ന്. അപ്പൊ തന്നെ തന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗുമസ്തനെ പിടിച്ച് അടിക്കുകയാണ്. ഗുമസ്തന്റെ കർണത്തേക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ആകെ ഷോക്കാവുന്നുണ്ട്. JK എന്നിട്ട് പറയുന്നുണ്ട്, മനസാക്ഷിയെ കറുത്ത തുണി കൊണ്ട് പൊതിഞ്ഞു നടക്കുന്ന വക്കീലന്മാരെ മനുഷ്യത്വം പഠിപ്പിക്കാൻ കഴിയില്ല. ഏറ്റവും ചെയ്യാത്ത ഒരു പാവം സ്ത്രീയുടെ ഹൃദയവേദന എന്താണെന്ന് ഇല്ലായ താനെങ്കിലും ഇവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കടോ. അങ്ങനെ JK പറയുമ്പോൾ വിജയ് ശങ്കറിന് ദേഷ്യം വന്ന് താൻ എന്റെ ഗുമസ്തനെ തല്ലിയല്ലേ എന്ന് പറഞ്ഞ് JKയുടെ നേർക്ക് പോവുകയാണ്. അങ്ങനെ JKയും വിജയ് ശങ്കറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നതും JKയെ പാപ്പച്ചൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശങ്കറിനെയാണെങ്കിൽ ജഗദീഷ് വക്കീലും തടഞ്ഞങ്ങനെ പിടിച്ചു നിർത്തുകയാണ്. അർച്ചനയും ദീപ്തിയും ഇതെല്ലാം കണ്ടു നിൽക്കുന്നത് കണ്ട് ജഗദീഷ് വക്കീല് വിജയ് ശങ്കറിനോട് അങ്ങനെ പറയുന്നുണ്ട്, അയാള് കേസുമായിട്ട് ഇറങ്ങിയതാണ്, ഇയാളുടെ കേസ് ആരും ഏറ്റെടുക്കാൻ പോകുന്നില്ല. ശങ്കർ സാറിന്റെ ഓഫീസിൽ കേസ് എടുക്കാത്തതിന് ഗുമസ്തനെ പിടിച്ചാണ് അയാൾ തല്ലിയതെന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്, ജഗദീഷ് വക്കീലെ ഗുമസ്തനെ പിടിച്ച അയാൾ എന്തിനാണ് തല്ലിയതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾ കോടതിക്കുള്ളിൽ വീണുരുളുന്നത് പോലെ കിടന്നും ഉരുളാൻ നോക്കണ്ട. അതിനയുടെ വിഷയം നിങ്ങൾ എന്തിനാണ് അയാളോട് സംസാരിച്ചത്? വേണ്ടി സംസാരിക്കാൻ നിങ്ങളെ അവൾ ചുമതലപ്പെടുത്തിയോ എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ ആണെങ്കിൽ ആകെ നാണം കെട്ടൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ജഗദീഷ് വക്കീൽ അപ്പോ വീണ്ടും ഉരുളുന്നുണ്ട്, അച്ഛനയുടെ ഓഫീസിൽ അയാളുടെ ഭാര്യ വന്ന് പ്രശ്നമുണ്ടാക്കിയതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എന്റെ കാര്യത്തിൽ നമ്മൾ 2 വർഷത്തായിരിക്കും, പക്ഷേ നമ്മുടെ വക്കീലന്മാർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ. എന്തായാലും അയാളെ വിരട്ടി വിട്ടിട്ടുണ്ട്, അയാളിനി ഈ ഭാഗത്തേക്കൊന്നും വരില്ലെന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയുമ്പോൾ അച്ഛനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങള് അയാളെയാണോ അയാള് നിങ്ങളെയാണോ വിരട്ടി വിട്ടത്? അയാളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ഈ പേരിൽ നിങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇങ്ങനെ സ്വയം നാണയം കെടേണ്ടിയിരുന്നില്ല. അങ്ങനെ അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, അയാളുമായിട്ടുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നില്ല എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതേപോലെ ജീവിക്കാമെന്നാണോ നിന്റെ ഭാവമെന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് മനസ്സിലാക്കണ്ട എന്നുള്ളത് എന്റെ വിഷയമല്ല, പക്ഷെ എന്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്. എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്ക് എന്താ ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാ? ജീവിതം എന്റേതാണ്, അവിടേക്ക് നിങ്ങൾ എത്തി നോക്കണ്ട. ഞാൻ അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നിന്റെ ജീവിതം നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, കാര്യം നീ മറക്കരുത്, എന്റെ മകളുടെ അമ്മയാണ് നീ. വഴിപഴിച്ച് നടന്നാൽ എൻ്റെ മോളുടെ ഭാവിയെ അത് ബാധിക്കും, എൻ്റെ അഭിമാനത്തെയും ബാധിക്കുന്ന പ്രശ്നമാണെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾ അവളുടെ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോൾ നിങ്ങൾ അവരെ അടിച്ചിറക്കിയതല്ലേ? അത് കുട്ടിയെ പോലെ അവള് പിറന്നു വീണപ്പോൾ നിങ്ങൾക്കന്ന് മാനാഭിമാനം ഒന്നും ഉണ്ടായിരുന്നില്ലേ? അവളെ വളർത്താനായി ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്, ഒന്നും നിങ്ങൾക്ക് ഈ മാനാഭിമാനം ഉണ്ടായിരുന്നില്ലേ? ഇല്ലാത്ത മാനാഭിമാനം നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് അർച്ചന ദേഷ്യത്തോട് അങ്ങനെ ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നിർത്ത്, എന്നെ ചോദ്യം ചെയ്യാണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, പാചകം വീട്ടിലൊരുത്തിയുണ്ടല്ലോ, അവളോട് പോയി ചോദിക്കേ, അങ്ങോട്ട് ചോദ്യം ചെയ്യാൻ വന്നാൽ പ്രതികരിച്ചെന്നിരിക്കും. അർച്ചന പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, നീ ഇനി കൂടുതലൊന്നും ഇങ്ങോട്ടേക്ക് പറയണ്ട, നീയും അയാളും തമ്മിൽ എന്ത് ബന്ധമാണെങ്കിലും ഇവിടെ വെച്ച് നിർത്തിയേക്കേ എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്,
ഇതിന് അയാളുമായിട്ട് ഇവൾക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിലല്ലേ അത് അവസാനിപ്പിക്കേണ്ടതുള്ളൂ. അങ്ങനെ ദീപ്തി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, മറ്റുള്ള സ്ത്രീകളുടെ ബന്ധങ്ങൾ അന്വേഷിച്ച് നടക്കാതെ നിങ്ങൾ പോയി വിധിയിൽ നടത്തേണ്ട കേസുകളെ കുറിച്ച് പഠിക്കേ. കേസുകൾ പഠിച്ചിട്ടെങ്കിലും കോടതി മുറിയിൽ നാണക്കേട് ഒഴിവാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. ദീപ്തിയും കൂടെ തന്നെ പോകുന്നുണ്ട്. ജയശങ്കറും ജഗദീഷ് വക്കീലും ആണെങ്കിൽ ആകെ നാണം കെട്ട് അങ്ങനെ നിൽക്കുകയാണ്. ജയശങ്കർ എന്നിട്ട് ജഗദീഷ് വക്കീലിനോട് പറയുന്നുണ്ട്, അർച്ചനയുടെ തകർച്ച തുടങ്ങി എന്നങ്ങനെ പറയാണ്. ജെ.കെ ആണെങ്കിൽ അർച്ചനയുമായിട്ടുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഓർത്ത് ആകെ മനോവിഷമത്തിൽ നേരെ ബാറിലേക്കാണ് വരുന്നത്. ബാറിൽ വന്ന് മൂക്കറ്റം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അർച്ചനയുമായിട്ടുണ്ടായ ഓരോ പ്രശ്നങ്ങളും ജെ.കെ അങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സങ്കടം സഹിക്കാനാവാതെ ഓരോ പ്രാവശ്യവും മദ്യം അങ്ങനെ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജെ.കെ. ഇവിടെയുള്ള വെയിറ്റർ അപ്പോൾ ജെ.കെയോട് പറയുന്നുണ്ട്, സാർ ഇങ്ങനെ കുടിക്കരുത്, ഇതിപ്പോ കുറെ ഓവർ ആയല്ലോ, പോലുള്ള ഒരാള് ഇങ്ങനെ കുടിക്കരുത് എന്നൊക്കെ വെയിറ്റർ അങ്ങനെ ജെ.കെയോട് പറയാണ്. എന്നാൽ ജെ.കെ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇങ്ങനെ ജെ.കെ അവിടെ നിന്നും പോവാനായി നിൽക്കുമ്പോൾ ആ വെയിറ്ററിനോട് പറയുന്നുണ്ട്, താൻ പോയി എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡായ ഒരു കുപ്പി എടുത്തിട്ട് വായോ എന്നങ്ങനെ പറയുമ്പോൾ ആ വെയിറ്റർ അപ്പം തന്നെ മദ്യമെടുക്കാനായി പോവുകയാണ്. അപ്പോഴാണ് ജെ.കെയുടെ ഫോണിലേക്ക് ജെ.കെയുടെ അമ്മ വിളിക്കുന്നത്. വളരെ സങ്കടത്തോടെ ജെ.കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശ്വാസവാക്കുകളുമായി ജെ.കെയുടെ അമ്മ വിളിക്കുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്ത് അമ്മയെന്ന് പറയുമ്പോഴേക്കും ജെ.കെയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അമ്മേ, ഇങ്ങോട്ടും പോയിട്ടില്ലെന്ന് പറയാണ്. പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതെന്തായാലും അമ്മയെ അവിടെ വന്ന് അറിയിക്കും എന്നൊക്കെ ജെ.കെ വളരെ സങ്കടത്തോടെ അമ്മയോട് പറയാണ്. ജെ.കെയുടെ അമ്മ ഇപ്പൊ പറയുന്നുണ്ട്, മോനെ നീ ഇങ്ങനെയൊന്നും പറയരുത്, വേണ്ടാത്ത ജന്മമൊന്നുമല്ലല്ലോ നീ ആർക്ക് വേണ്ടാതായാലും അമ്മയ്ക്ക് കളയാൻ പറ്റുമോ? എന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനവുമില്ലാതെയാണ് ഞാനിവിടെ കഴിയുന്നത്. ഈ അമ്മയെ മറന്നാലും അമ്മയ്ക്ക് നിന്നെ ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇത് ദിക്കിൽ പോയി ഒളിച്ചാലും അമ്മ നിന്നെ തേടിക്കൊണ്ടിരിക്കും. മോനെ നീ ഇപ്പൊ എവിടെയാണ്, ഏതവസ്ഥയിലാണ് അമ്മയ്ക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് വളരെ സങ്കടത്തോടെ ജെ.കെയുടെ അമ്മ അങ്ങനെ ജെ.കെയോട് ചോദിക്കുകയാണ്. ജീവിതം തന്നെ തകർന്നുപോയ ജെ.കെ ആണെങ്കിൽ അമ്മയുടെ വാക്കുകൾ കേട്ട് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.